കാർമുകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 23-ാമത് വചനം. പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നതുപോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ഒരു മനുഷ്യൻ തൻ്റെ യാത്രയിൽ താൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുവാൻ കഴിയാത്ത വലിയ കെണിയിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ കെണികൾക്കകത്ത് അകപ്പെട്ടു പോകുന്ന ചില മേഖലകളെക്കുറിച്ച് ഇവിടെ വാക്യം ഓർപ്പിക്കുകയാണ്. വിശ്വസിച്ച് നാം മുൻപോട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മുൻപിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു കെണിയാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരു ചതിയാണ് നമ്മുടെ മുൻപിലുള്ളത് എന്നറിയാതെ ഒരു പക്ഷി പറന്നു ചെന്ന് കെണിക്കകത്തകപ്പെടുന്നത് പോലെ നാം അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മെ ഒന്ന് ഓർപ്പിക്കുകയാണ്. നാം നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുന്നില്ല എങ്കിൽ നാം ചില കെണികൾക്കകത്ത് അകപ്പെട്ടു പോകുവാനും അവിടെ നിന്ന് നമുക്ക് പിന്നീട് മടങ്ങി വരുവാനായിട്ട് കഴിയാതെയും പോകുമെന്ന് നമ്മെ ഓർപ്പിച്ചിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നത് ചില കെണികൾ നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ട് പലതിനെയും സേവിപ്പാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാനും വേണ്ടി നമ്മെ നിർബന്ധിക്കുകയും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നാം യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയാതെ വന്നിട്ട് നാം ആ കെണിക്കകത്ത് അകപ്പെട്ടു പോകും. പിന്നീട് നമുക്ക് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയാതെ പോകുവാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. നാം തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് വന്നാലും 3-ാം അധ്യായത്തിനകത്ത് 7-ാം വാക്യം പറയുന്നു, നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങിപ്പോകാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരും ആയിരിക്കണമെന്നാണ്. നമ്മെ പിശാച് കെണികൾക്കകത്തു കൊടുക്കുവാൻ, തന്ത്രങ്ങൾക്കകത്തു കൊടുക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ അതിന് തന്ത്രങ്ങൾ മെനഞ്ഞ് മുൻപോട്ട് കടന്നു വരുമ്പോൾ അവൻ്റെ കെണികൾക്കകത്ത് നാം അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കാൻ ആ വാക്യവും നമ്മെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവശബ്ദം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ദൈവവാക്കുകൾക്ക് ദൈവശബ്ദത്തിനനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ തന്നോട് പറഞ്ഞ കർത്തവ്യം കൃത്യമായി നിർവഹിച്ച് തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് താൻ മടങ്ങി വരുമ്പോഴാണ് ഒരു ശ്രേഷ്ഠനായ പ്രവാചകൻ എന്ന് പറഞ്ഞ് പ്രായമായ വയോധികനായ ഒരു പ്രവാചകൻ തൻ്റെ അരികിൽ വന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ചതിക്കുവാനിടയായി തീർന്നു. ആ കെണിക്കകത്ത് ആ മനുഷ്യൻ പെടുകയും തൻ്റെ വാക്ക് കേട്ട് താൻ ആ വയോധികനായ പ്രവാചകൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയും ചെയ്തു. തൽഫലമായിട്ട് തനിക്ക് മടങ്ങി തൻ്റെ പട്ടണത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. വഴിമധ്യത്തിൽ താൻ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു എന്ന് 11 മുതൽ താഴേക്കുള്ള 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ മുമ്പിൽ ചില കെണികളുണ്ട്, ചില ചതികളുണ്ട്, ചില വഞ്ചനകളുണ്ട്. അതിൽ നാം പെടാതിരിക്കണമെങ്കിൽ നാം വളരെ ശ്രദ്ധാലുക്കളായും വളരെ കരുതലുള്ളവരായും വളരെ ദൈവസാന്നിധ്യമുള്ളവരായും ദൈവാത്മബോധമുള്ളവരുമായി നാം ജീവിക്കുന്നെങ്കിൽ മാത്രമേ ശത്രു നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കെണികൾക്കകത്ത് അകപ്പെട്ടു പോകാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ആകയാൽ വളരെ ശ്രദ്ധാലുക്കളായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ കെണിയിലും കുടുക്കുകൾക്കകത്തും പെട്ടുപോയിട്ട് ഞങ്ങൾ തകർന്നു പോകാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തെയും ദൈവവചനത്തെയും കരുതിക്കൊണ്ട് സൂക്ഷ്മതയോടെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മുൻപോട്ട് കഴിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.